Hi students, in this lecture video we are going to start our second module. Okay, so the first session in the second module is type system. Okay, so we have already know what do you mean by type and we have studied various types in various programming languages. Okay, അപ്പോൾ സിക്കകത്ത് നമ്മൾ മെയിൻലി പഠിച്ചിരിക്കുന്ന ടൈപ്സ് എന്ന് പറയുന്നത് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഡേറ്റ ടൈപ്പാണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ഇൻറ്റിജർ, then character, string, float, then derived data types പഠിച്ചിട്ടുണ്ട്, arrays, records, structures, union, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇൻ ദിസ് മൊഡ്യൂൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ടൈപ്പ്. എന്താണ് ടൈപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്പ് സിസ്റ്റംസ്. ഓക്കെ, സോ ടൈപ്പ് സിസ്റ്റം മേ കൺസിസ്റ്റ് ഓഫ് മെയിൻലി ടു തിങ്സ്. രണ്ട് കാര്യങ്ങളാണ് ടൈപ്പ് സിസ്റ്റം കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ടൈപ്പ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മെക്കാനിസം ഫോർ ഡിഫൈനിങ് ടൈപ്സ് ആൻഡ് അസോസിയേറ്റിംഗ് ദം വിത്ത് സർട്ടൺ ലാംഗ്വേജ് കൺസ്ട്രക്ട്സ്. ഓക്കെ, സോ ഫസ്റ്റ് മെക്കാനിസം എന്ന് പറയുന്നത് ടൈപ്പ് ഡിഫൈൻ ചെയ്യുക, അതേപോലെ ആ ഡിഫൈൻ ചെയ്ത ടൈപ്പിന് നമ്മൾ എന്ത് ചെയ്യുക, ആ ലാംഗ്വേജിലെ വേരിയസ് കൺസ്ട്രക്ട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. കൺസ്ട്രക്ട്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേരിയബിൾസ്, ഫങ്ഷൻസ്, സബ് റൂട്ടീൻസ്, കോൺസ്റ്റൻസ് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ അറേസ്, പാരാമീറ്റേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ മീൻസ് ഹിയർ വി ആർ ഡിഫൈനിങ് എ ഡേറ്റ ടൈപ്പ് ഇൻറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡേറ്റ ടൈപ്പിനെ ഒരു വേരിയബിളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു. എ എന്ന് പറഞ്ഞ വേരിയബിളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മെക്കാനിസം ഫോർ ഡിഫൈനിങ് ടൈപ്പ് ആൻഡ് അസോസിയേറ്റിംഗ് ദം വിത്ത് സർട്ടൺ പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട്സ്. ഓക്കെ, കൺസ്ട്രക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്യാൻ ബി നെയിംഡ് കോൺസ്റ്റൻസ്, വേരിയബിൾസ്, റെക്കോർഡ് ഫീൽഡ്, പാരാമീറ്റേഴ്സ് ആൻഡ് സം സബ് റൂട്ടീൻസ്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് യൂസ് ഓഫ് ടൈപ്പ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ടൈപ്പ് ഇക്വലൻസ്, ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി ആൻഡ് ടൈപ്പ് ഇൻഫറൻസ്. ഓക്കെ, അപ്പം ടൈപ്പ് സിസ്റ്റത്തിൻ്റെ നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് പേർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് റൂൾസ്. ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാകും. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു ഡിഫൈൻ ടൈപ്പ് ഇക്വലൻസ്, type compatibility and type inference. Okay, now we have to go through each of them. That is, what do you mean by type equivalence, what do you mean by type compatibility, and what do you mean by type inference. Type equivalence determine when the type of two values are same. Type equivalence നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് ടൈപ്പിലെ വാല്യൂസ് അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് നോക്കുന്നത്? Type equivalence. Okay, so type equivalence rules determine when the type of two variables are same. ആ ടൈപ്പ് ഇക്വലൻസിൻ്റെ കുറേ റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ വെദർ ദി ടൈപ്പ് ഓഫ് ടു വാല്യൂസ്, രണ്ട് വാല്യൂസിൻ്റെ ടൈപ്പ് സെയിം ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടൈപ്പ് ഇക്വലൻസിനകത്തുള്ള റൂൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദേ ആർ ഇക്വലൻറ്റ് ദെൻ വി ക്യാൻ സേ ഇറ്റ്സ് ടൈപ്പ് ഇക്വലൻറ്റ്. അപ്പോൾ രണ്ട് വാല്യൂസ്, ഇപ്പം രണ്ട് വാല്യൂസിൻ്റെയും ടൈപ്പ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് ടൈപ്പ് ഇക്വലൻറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി. ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് റൂൾസ് ടു ഡിറ്റർമൈൻ വെൻ എ വാല്യൂ ഓഫ് എ ഗിവൺ ടൈപ്പ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ ഗിവൺ കോണ്ടെക്സ്റ്റ്. ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നമ്മളൊരു വാല്യൂ ഒരു ടൈപ്പിന് കൊടുത്തു, ആ വാല്യൂ ആ കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി നോക്കുന്നത്. ഓക്കെ, സോ ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി ഡിഫൈൻസ് ദ റൂൾസ് ടു ഡിറ്റർമൈൻ വെൻ എ വാല്യൂ ഓഫ് എ ഗിവൺ ടൈപ്പ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ ഗിവൺ കോണ്ടെക്സ്റ്റ്. എവിടെയൊക്കെ നമ്മളൊരു ടൈപ്പിന് ഒരു വാല്യൂ കൊടുത്തത് അത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിമിലർലി type inference rules define the type of an expression based on the type of its constituent part or the surrounding context. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പ്രഷനിൽ ഓരോ കമ്പോണൻസിൻ്റെയും
ടൈപ്പ് വെച്ചും കൊണ്ട് എനിക്ക് എന്ത് ഡിറ്റർമൈൻ ചെയ്യാം? ഐ ക്യാൻ ഡിറ്റർമൈൻ ദി ടൈപ്പ് ഓഫ് ദി ഔട്ട്പുട്ട്. ഓക്കെ, സോ അതിനാണെന്ന് പറയുന്നത് ടൈപ്പ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഔട്ട്പുട്ടിൻ്റെ ടൈപ്പ് ഇൻഫർ ചെയ്താൽ എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് ടൈപ്പ് ഇൻഫറൻസ് റൂൾസ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് two things. First one, it consists of a mechanism for defining type and associating name or language constructs. And also type system consists of set of rules for identifying type equivalence, type compatibility and type inference. Okay, so type equivalence means what? Type equivalence consists of a set of rules to determine whether or when the type of two variables are same. Okay, type compatibility rules determine whether or when a value of a given type can be used in a given context. Type inference rules defines the type of a expression based on the type of its constituent part. Okay, now we are going to deep into type systems. Okay, type checking is the process of ensuring that a program obey the language's type compatibility rule. Okay, so as of now we have discussed what do you mean by type system and what are its purpose. Inside that we have discussed the three terms, that is type equivalence, type compatibility and type inference. Now we are going to look into the term type checking. So type checking is the process of ensuring that a program obey the language's type compatibility rule. It means that for each language there will define set of rules. ഓരോ ലാംഗ്വേജിലും നമ്മൾ കുറേ സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ ഡിഫൈൻ ചെയ്തിരും. അതിനകത്ത് ഓരോ ലാംഗ്വേജിലും അതിൻ്റേതായ ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ റൂൾസ് ഡിഫൈൻ ചെയ്യും. ആ ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാംസ് ആ റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നത്? ടൈപ്പ് ചെക്കിംഗ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ വൺസ് മോർ, ടൈപ്പ് ചെക്കിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് എൻഷുറിങ് ദാറ്റ് എ പ്രോഗ്രാം ഒബൈസ് ദ ലാംഗ്വേജസ് ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി റൂൾ. നമ്മൾ എഴുതുന്ന ഒരു പ്രോഗ്രാം, ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഞാനൊരു പ്രോഗ്രാം എഴുതി. ആ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കംപ്ലീറ്റ് ടൈപ്പ്, ആ ലാംഗ്വേജ് ഞാൻ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്താണോ പ്രോഗ്രാം എഴുതിയത് ആ ലാംഗ്വേജിൻ്റെതായിട്ട് ടൈപ്പ് കോമ്പാക്റ്റബിൾ ആണോ അല്ലയോ എന്ന് എൻഷുർ ചെയ്യുന്നതാണത് ടൈപ്പ് ചെക്കിങ്. ഓക്കെ, so type checking is the process of ensuring that a program obeys the language's type compatibility rule. Any violation of type compatibility rule is known as type clash. ഇങ്ങനെ നമ്മുടെ ലാംഗ്വേജ് ഡിഫൈൻ ചെയ്തേക്കുന്ന ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൈൻ ചെയ്തേക്കുന്ന റൂൾസിൽ നിന്ന് വയലേറ്റ് ചെയ്താണ് നമ്മൾ പ്രോഗ്രാം എഴുതിയേക്കുന്നതെങ്കിൽ വി വിൽ സേ ദെയർ ഓക്കേഴ്സ് എ ടൈപ്പ് ക്ലാഷ്. മീൻസ് ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്യാത്ത ടൈപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ സേ ദെയർ ഓക്കേഴ്സ് എ ടൈപ്പ് ക്ലാഷ്. ഓക്കെ, now we have to understand what you mean strong type. Strong type means that the language prevent you from applying an operation to data on which it is not appropriate. Strong type language എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the language which prevent us from applying an operation to data on which it is not appropriate. എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഓപ്പറേഷൻ എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ഒരു പെർട്ടിക്കുലർ ഓപ്പറേറ്റർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റർ അതിനകത്ത് ഞാൻ കൊടുക്കുകയാണ്. സാധാരണ നമ്മളെപ്പോഴും ഒരു ഇൻറ്റിജറും ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് അങ്ങനെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കൺസിഡർ ചെയ്യുക ഒരു ലാംഗ്വേജിൽ ഇൻറ്റിജറും അല്ലെങ്കിൽ ഫ്ലോട്ടൊക്കെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കൺസിഡർ ചെയ്യുക ഒരു ലാംഗ്വേജിൽ ഇൻറ്റിജർ പ്ലസ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് എന്ന് പറഞ്ഞൊരു അഡീഷൻ സപ്പോർട്ട് ചെയ്യാത്തൊരു ലാംഗ്വേജ്. പക്ഷേ ഞാൻ ആ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, 3 + 5.2 എന്ന് കൊടുത്തു. ബട്ട് assume that language does not permit that particular addition, means integer to floating point addition support ചെയ്യാത്തൊരു ലാംഗ്വേജ് ആണെങ്കിൽ ഇറ്റ് വിൽ നെവർ പെർമിറ്റ് ദാറ്റ് ഓപ്പറേഷൻ. അങ്ങനൊരു ഓപ്പറേഷൻ പെർമിറ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ ലാംഗ്വേജസിനാണ് സ്ട്രോങ് ടൈപ്ഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പെർമിറ്റ് ചെയ്യില്ല. സച്ച് എ ലാംഗ്വേജ് സിസ്റ്റമിൻ്റെ സ്ട്രോങ് ടൈപ്പ് ലാംഗ്വേജ്. ദെൻ സ്റ്റാറ്റിക് ടൈപ്പിംഗ് മീൻസ് വാട്ട്?
Now we have to discuss what do you mean by static typing and dynamic typing. Static typing means a language is said to be statically typed. Type checking can be performed at a compile time. Okay, static typing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a language is said to be static type if its type checking is performed at a compile time. ആ ലാംഗ്വേജിലെ ടൈപ്പ് ചെക്കിംഗ് നമ്മൾ കമ്പൈൽ ടൈമിലാണ് പെർഫോം ചെയ്യുമെങ്കിൽ we will say it is static typing. Okay, and if the type checking is performed at runtime, we will say it is dynamic typing. Okay, so here we have discussed three terms. What do you mean by type checking? What do you mean not type checking? Okay, what do you mean by type checking? Then associated to type checking, we have defined what is strong typed. Then what do you mean by static typing? What do you mean by dynamic typing? Okay, so type checking means it's a process of ensuring that a program obeys that particular language's type compatibility rule. Okay, then any violation of this type compatibility rule is termed as type clash. Now strong type means what? A strong type language means it prevents us from applying an operation to data on which is not appropriate or not permitted. Okay, next static typing means what? In that particular language, the type checking will be performed at compile time. Dynamic typing means what? Here in that particular type of languages, the type checking will be performed at a runtime. Okay, now there occurs two questions. Name two important programming languages that are strong but dynamically typed. Question is, name two important languages that are strong but dynamically typed. Strong means what? Strong means it should obey type compatibility rule. It's a type compatible operations മാത്രം പെർഫോം ചെയ്യുന്നതാണ് എന്താണ് സ്ട്രോങ് ടൈപ്പ്. അതേ കണക്ക് ഡൈനാമിക് ടൈപ്പ് മീൻസ് വാട്ട്? ടൈപ്പ് ചെക്കിങ് എപ്പോഴായിരിക്കും പെർഫോം ചെയ്യുന്നത്? ഡ്യൂറിങ് റൺ ടൈം. അങ്ങനത്തെ രണ്ട് ലാംഗ്വേജസ്. രണ്ട് എക്സാമ്പിൾ ഇസ് പൈത്തൺ ആൻഡ് പേൾ. പൈത്തൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. അതിൻ്റെ കൂടെ വരുന്നതാണ് പേൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, now another question is, what is the difference between discrete and scalar type? Okay, discrete and scalar type, and the answer എന്ന് പറയുന്നത് enumeration types and integer types are called a discrete type. Discrete type എന്ന് പറഞ്ഞാൽ എന്താണ്? It will take a value or a discrete type at each point. അത് ഓരോ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും, കണ്ടിന്യൂസ് അല്ല. So enumeration type and integer type are called a discrete type. Here each value of a discrete type has a position numbered which is an integer value. അതാണ് integer type and real type are called numeric types. Next, all scalar types are ordered, that is all relational operations are predefined for their values. Scalar type എന്ന് പറയുന്നത് ഓർഡേർഡ് വാല്യൂ എന്ന് വെച്ചാൽ അവർ എന്താണ് ഓർഡേർഡ് പെയർ ആയിട്ടായിരിക്കും അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആർ predefined for their values. Now give two example of language that lack a boolean type. Languages with no explicit boolean data type എന്ന് പറയുന്നത് എക്സാമ്പിൾ C90, ലിസ്പ്, ഓൾ ദീസ് ഡസ് നോട്ട് ഹാവ്. ഈ രണ്ട് ലാംഗ്വേജസിന് എന്തില്ല? ബൂളിയൻ ടൈപ്പ് ഇല്ല. ബൂളിയൻ ടൈപ്പ് മീൻസ് വാട്ട്? True or false. Okay, so the languages which does not have boolean data type is C90 version and the Lisp. Okay, now logical values ഇല്ലാത്ത ലാംഗ്വേജ് എന്ന് പറയുന്നത് Fortran and its successor Fortran 2. Okay, so the first version of Fortran and its successor Fortran 2 has no logical value or operations. Okay, so boolean type ഇല്ലാത്തത് C90 and Lisp. Similarly, logical operations ഇല്ലാത്തത് Fortran 1 and Fortran 2. Okay, now we have already discussed what is a type clash. Type clash means what? A type checking ensures that a program obeys a language's type rule. A clash is the violation of typing rule. Okay, ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആ പർട്ടിക്കുലർ ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടൈപ്പ് റൂളിനെ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന പ്രോഗ്രാംസ് എന്ത് ചെയ്യണം? ഒബൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എൻഷുർ ചെയ്യുന്നതാണ് ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത്. എനി വയലേഷൻ ടു ദിസ് is termed as type clash. Okay, now we are going to deep into type checking. Type checking
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് വാട്ട്, ടൈപ്പ് ചെക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട് 3 ടേംസ് ആണുള്ളത്. ടൈപ്പ് ഇക്വലൻസ്, ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി ആൻഡ് ടൈപ്പ് ഇൻഫറൻസ്. ഓക്കെ, സോറി. Type checking is a process of ensuring that a program obeys the language's type rule. A violation of such rules is termed as type clash. A set of rules for type checking. ടൈപ്പ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മളൊരു പ്രോഗ്രാം എടുത്ത് വെച്ച് വെറുതെ ഇത് നോക്കല്ല. ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ 3 കാര്യങ്ങളായിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ടൈപ്പ് ഇക്വലൻസ്, ദെൻ ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി ആൻഡ് ടൈപ്പ് ഇൻഫറൻസ്. ഇത് 3ഉം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് ടൈപ്പ് we have performed type checking. ഓക്കെ, ടൈപ്പ് ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവിടെ ടൈപ്പ് ഇക്വലൻസ് ടെസ്റ്റ് ചെയ്യുന്നു, ദെൻ ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നു, സിമിലർലി ടൈപ്പ് ഇൻഫറൻസ് ടെസ്റ്റ് ചെയ്യുന്നു. ഈ മൂന്ന് കാര്യങ്ങളുടെയും സെറ്റ് ഓഫ് റൂൾസ് വെച്ച് ചെക്ക് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ചെക്സ് വെൻ ദ ടൈപ്പ് ഓഫ് 2 വേരിയബിൾസ് ആർ സെയിം ഓർ വെദർ ദ type of 2 variables are same. Type compatibility means what? When can a value of type A can be used in the context that expect type B. Type inference എന്ന് പറഞ്ഞാൽ what is the type of the expression given the type of the operands എന്ന് വെച്ചാൽ ഇപ്പം int a b c is equal to a plus b. So we have already know our expression is c is equal to a plus b. So here the operands are a and b, and a and b are given as integer type, so the output or the type of c also will be integer, that is termed as type inference. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ആ എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ടിൻ്റെ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ഫ്രം ദ ടൈപ്പ് ഓഫ് ഇറ്റ്സ് ഓപ്പറൻഡ്സ്. Now we have to look into each of them. ടൈപ്പ് ഇക്വലൻസ് എന്താണ്? ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി എന്താണ്? ടൈപ്പ് ഇൻഫറൻസ് എന്താണ്? ടൈപ്പ് ഇക്വലൻസ്, ഇറ്റ് മീൻസ് ടൈപ്പ് ഇക്വലൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 സ്റ്റാൻഡേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടൈപ്പ് ഇക്വലൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഹിയർ വി യൂസ് 2 സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ് നമ്പർ 1 is name equivalence and standard number 2 is structural equivalence. Okay, so 2 standard ways are used to determine whether 2 types are considered the same. 2 ടൈപ്സ് സെയിം ആണോ എന്നറിയാൻ വേണ്ടി നമ്മളിവിടെ 2 സ്റ്റാൻഡേർഡ്സ് ആണ് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ദ നെയിം ഇക്വലൻസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദി സ്ട്രക്ചറൽ ഇക്വലൻസ്. ഓക്കെ, അപ്പം ഒരു ലാംഗ്വേജ് ടൈപ്പ് ഇക്വലൻ്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ വി വിൽ ഗോ ഫോർ ചെക്കിങ് നെയിം ഇക്വലൻസ് ആൻഡ് സ്ട്രക്ചറൽ ഇക്വലൻസ്. ഇത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെദർ ഇറ്റ് ഈസ് ടൈപ്പ് ഇക്വലൻസ്. ഓക്കെ, നൗ വി ഹാവ് ടു ഗോ ഇൻ ടു ഡീപ്പ് വാട്ട് യു മീൻ ബൈ നെയിം ഇക്വലൻസ് ആൻഡ് വാട്ട് യു മീൻ ബൈ സ്ട്രക്ചറൽ ഇക്വലൻസ്. Name equivalence means 2 types are equivalent if and only if they have the same name. 2 ടൈപ്പ് നമ്മൾ ഇക്വലൻ്റ് ആണെന്ന് പറയും എപ്പോഴാണ്? ആ 2 പേർക്കും സെയിം നെയിം കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, സോ 2 ടൈപ്സ് ആർ ഈക്വൽ if and only if they have the same name. Structural equivalence means what? 2 types are equal if and only if they have the same structure. അപ്പം 2 types are equivalent if they have both of them have same structure. It is termed as structural equivalence. Name equivalence means what? 2 types are equivalent if and only if both of them have same name. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, now it's a comparison between structural equivalence and name equivalence. Name equivalence is based on declaration. Okay, structural equivalence is based on meaning behind those declaration. നെയിം ഇക്വലൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ബേസ്ഡ് ഓൺ ഡിക്ലറേഷനെ ബേസ് ചെയ്താണ് നമ്മൾ നെയിം ഇക്വലൻസ് എപ്പോഴും പറയുന്നത്. പക്ഷേ സ്ട്രക്ചറൽ ഇക്വലൻസ് എപ്പോഴും നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മീനിങ് ബിഹൈൻഡ് ദോസ് ഡിക്ലറേഷൻ. ആ ഡിക്ലറേഷൻ്റെ പിന്നിലുള്ള മീനിങ് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഇക്വലൻസ് പറയുന്നത്. വെച്ചാൽ ജസ്റ്റ് ഡിക്ലറേഷൻ നോക്കി നമുക്ക് ഒരിക്കലും സ്ട്രക്ചറൽ ഇക്വലൻസ് പറയാൻ പറ്റില്ല. വി ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് പെർട്ടിക്കുലർ declaration. Okay, so name equivalence is more fashionable these days. Mainly name equivalence ആയിരിക്കും നോക്കുന്നത്. Now നമുക്കൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നെയിം ഇക്വലൻസ് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാകും. Consider
ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ, നെയിം ഇക്വലൻസിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് ഡെഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിനകത്ത് ഇൻറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ എന്ന് പറയുന്ന ഒരു അറേ, ഇൻറ്റിജർ ടൈപ്പ് അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഓഫ് ഇൻറ്റിജർ ടൈപ്പ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ഒരു ടൈപ്പാണെന്തെന്ന് ഓർത്തേക്കുന്നത് സ്റ്റാക്ക്. ഈ ഒരു ഡിഫൈൻ ചെയ്തേക്കുന്ന സ്ട്രക്ചറിൻ്റെ ഒരു ടൈപ്പാണ് ഞാൻ സ്റ്റാക്ക് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. സിമിലർലി ഐ ഹാവ് ഡിഫൈൻഡ് അനദർ സ്ട്രക്ട്. അതിനകത്തും ഡേറ്റ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ അറേ ഉണ്ട്. ദെൻ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടൈപ്പാണ് ഞാൻ സെറ്റ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതത്ര അവിടെ കിടക്കട്ടെ. അതിനുശേഷം സ്റ്റാക്ക് എന്ന് പറയുന്ന ടൈപ്പിന് ഞാൻ 2 വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്, എക്സ് ആൻഡ് വൈ. എന്നുവെച്ചാൽ സ്റ്റാക്ക് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിനെ എനിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സിമിലർലി സെറ്റ് എന്ന് പറഞ്ഞ ഈ ടൈപ്പിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ആർ എസ് എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇഫ് നെയിം ഇക്വലൻസ് ഈസ് യൂസ്ഡ് ഇൻ ദ ലാംഗ്വേജ് ദെൻ x and y would be of the same type and r and s would be of the same type. ഇവിടെ നമ്മൾ നെയിം ഇക്വലൻസ് ആണ് പറയുന്നതെങ്കിൽ നമുക്ക് പറയാം എക്സും വൈയും എന്ത് തന്നെയാണ്, എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് നെയിം ഇക്വലൻ്റ് ആണ്. കാരണം അവരുടെ 2 പേരുടെയും നെയിം എന്താണ്, സ്റ്റാക്ക് എന്ന് പറഞ്ഞ ടൈപ്പാണ് അവർ രണ്ടും ഹോൾഡ് ചെയ്യുന്നത്. അല്ലേ, ഈ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ടൈപ്പിനെയാണ് ഈ എക്സും വൈയും ഹോൾഡ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ഇറ്റ് ഇസ് നെയിം ഇക്വലൻറ്റ്. സിമിലർലി ആറും എസ്സും, ആർ എന്ന് പറഞ്ഞ വേരിയബിളും എസ് എന്ന് പറഞ്ഞ വേരിയബിളും അവർ 2 പേരും ഏത് ടൈപ്പാണ് ഹോൾഡ് ചെയ്യുന്നത്, സെറ്റ് എന്ന് പറഞ്ഞ ഈ ടൈപ്പാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ അതും എന്താണെന്ന് പറയാം, അവരും നെയിം ഈക്വലൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, സോ ഇൻ ദിസ് എക്സാമ്പിൾ എക്സ് ആൻഡ് വൈ ആർ നെയിം ഈക്വലൻ്റ്. എന്തുകൊണ്ടാണ്, ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ സപ്പോർട്ടിങ് ദ നെയിം സ്റ്റാക്ക് ഓർ ബോത്ത് ഓഫ് ദം ഹോൾഡിങ് ദ ടൈപ്പ് സ്റ്റാക്ക്. സിമിലർലി ആർ ആൻഡ് എസ് അതും നെയിം ഈക്വലൻ്റ് ആണ്. കാരണം എന്താണ്, ബോത്ത് ഓഫ് ദം ആർ ഹോൾഡിങ് ദ ടൈപ്പ് സെറ്റ്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഡെഫിനേഷൻ പറയാം. ഇഫ് നെയിം ഇക്വലൻ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ലാംഗ്വേജ് ദെൻ, ഈ ഒരു ലാംഗ്വേജിൽ നെയിം ഇക്വലൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദെൻ എക്സ് ആൻഡ് വൈ വുഡ് ബി ഓഫ് ദ സെയിം ടൈപ്പ്. എക്സും വൈയും സെയിം ടൈപ്പ് ഏതാണ് അവിടുത്തെ സ്റ്റാക്ക്. ആൻഡ് ആർ ആൻഡ് എസ് വുഡ് ബി ഓഫ് ദ സെയിം ടൈപ്പ്. ആറും എസും എന്ന് പറയുന്നത് സെയിം ടൈപ്പിൽ തന്നെയാണ് വരുന്നത്. അവരുടെ ടൈപ്പ് എന്ന് പറയുന്നത് സെറ്റ്. ഓക്കെ, but the type of x or y would not be equivalent to the type of r or s. ഒരിക്കലും എക്സിൻ്റെയോ വൈയുടെയോ ടൈപ്പ് എന്തിന് മാച്ചല്ല, ആർ അല്ലെങ്കിൽ എസിൻ്റെ ടൈപ്പിന് മാച്ചല്ല. അല്ലേ, എക്സിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്കാണ്. സിമിലർലി ആറിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സെറ്റാണ്. അപ്പോൾ അവർ തമ്മിൽ നെയിം ഇക്വലൻ്റ് ആണോ? അപ്പം എക്സ് ആൻഡ് വൈ ഇസ് നോട്ട് അറ്റ് ഓൾ ഇക്വലൻ്റ് ടു ആർ ആൻഡ് എസ്. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു വൈ, ഇത് രണ്ടും നെയിം ഈക്വലൻ്റ് ആണ്. എക്സ് ഈക്വൽ ടു വൈ ആൻഡ് ആർ ഈസ് ഈക്വൽ ടു എസ് വുഡ് ബി വാലിഡ്, ബട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് സച്ച് ആസ് എക്സ് ഈക്വൽ ടു ആർ വുഡ് നോട്ട് ബി വാലിഡ്. ഓക്കെ, എക്സും വൈയും എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈക്വലൻ്റ് ആണെന്ന് പറയാം ബൈ യൂസിങ് നെയിം ഈക്വലൻസ് മെക്കാനിസം. ഒരിക്കലും നമുക്ക് എക്സ് ഈക്വൽ ടു ആർ എന്ന് പറയാൻ പറ്റത്തില്ല യൂസിങ് ഏതാ, നെയിം ഈക്വലൻസ് മെക്കാനിസം. ഓക്കെ, ഇതാണ് നെയിം ഈക്വലൻസ്. Now structural equivalence. A strict interpretation would be that the name and type of each component of the 2 types must be same and must be listed in the same order in the type definition. ഒന്നുകൂടെ പറയാം. The strict interpretation would be that names and types of each component of the 2 type must be same. എന്ന് വെച്ചാൽ ഈ സെയിം എക്സാമ്പിൾ പറയാം. ഈ ഇവിടുത്തെ 2 ടൈപ്പാണ് സ്റ്റാക്കും സെറ്റും. ഈ 2 കമ്പോണൻസിൻ്റെയും നെയിം, രണ്ടുപേരുടെ നെയിം എന്താ, ഇതും സ്ട്രക്റ്റാണ് ഇതും സ്ട്രക്റ്റാണ്. ഇനി അതിനകത്തുള്ള ഓരോ കമ്പോണൻ്റാണ് ഏത്, ഡേറ്റ, അക്കൗണ്ട്. സെയിം കമ്പോണൻ്റ് തന്നെ ഇവിടെയും ഉണ്ട്. അവരുടെ നെയിം ഇവിടെ കൊടുക്കുന്ന അതേ നെയിം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതേ കണക്ക് ഇവിടുത്തെ സെയിം ടൈപ്പ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുമെങ്കിൽ വി ക്യാൻ സേ ദീസ് ആർ സ്ട്രക്ചറൽ ഇക്വലൻ്റ്. ഈ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഈസ് സ്ട്രക്ചറൽ ഇക്വലൻ്റ് ടു സെറ്റ്. കാരണം രണ്ടും ഒരേ കണക്കല്ലേ ഇരിക്കുന്നത്. 2 പേരുടെ സ്റ്റാക്കിനകത്തുള്ള ആൾക്കാരുടെ പേരെന്ന് പറഞ്ഞാൽ ഡേറ്റ, കൗണ്ട്. ആ സെയിം ടൈപ്പ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്, ഡേറ്റ, കൗണ്ട്.
ഇവിടെ രണ്ട് പേര് ഇൻറ്റിജർ ടൈപ്പാണ്, ആ രണ്ട് പേര് ഇവിടെയും എന്ത് തന്നെയാണ്, ഇൻറ്റിജറാണ്. എന്ന് വെച്ചാൽ ഈ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ സേ സ്റ്റാക്ക് ആൻഡ് സെറ്റ് ആർ സെയിം ഇഫ് യു ആർ യൂസിങ് സ്ട്രക്ചറൽ ഇക്വലൻറ്റ് മെക്കാനിസം. സ്ട്രക്ചറൽ ഇക്വലൻറ്റ് മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇത് രണ്ടും സെയിം ആണ്. ഇത് രണ്ടും സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് ഈക്വൽ ടു ആർ, സിമിലർലി വൈ ഈസ് ഈക്വൽ ടു എസ് എന്ന് പറയാം ഇഫ് ദ ലാംഗ്വേജ് ഈസ് സപ്പോർട്ടിങ് സ്ട്രക്ചറൽ ഇക്വലൻസ്. ഓക്കെ, ഡെഫിനേഷൻ ഒന്നുകൂടെ പറയാം. എ സ്ട്രിക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ വുഡ് ബി ദാറ്റ് നെയിംസ് ആൻഡ് ടൈപ്പ് ഓഫ് ഈച്ച് കമ്പോണൻറ്റ്, ഇതാണ് കമ്പോണൻറ്റ്സ്. ഈ ഡേറ്റയും കൗണ്ടുമാണ് കമ്പോണൻറ്റ്സ്. അവരുടെ നെയിം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡേറ്റ, ഇവിടെ കൗണ്ട്, അവിടെ തന്നെ അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഡേറ്റ ആൻഡ് കൗണ്ട്. ദെയർ നെയിം ആൻഡ് ദെയർ ടൈപ്പ്, രണ്ടിടത്തും എന്ത് തന്നെയാണ്, രണ്ടുപേരും ഇൻറ്റിജർ തന്നെയാണ്. നെയിം ആൻഡ് ടൈപ്പ് ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഓഫ് ദ ടു ടൈപ്പ്, ഇത് സ്റ്റാക്ക് എന്ന് പറഞ്ഞ ടൈപ്പ്, ഇത് സെറ്റ് എന്ന് പറഞ്ഞ ടൈപ്പ്. ടു ടൈപ്പ് മസ്റ്റ് ബി ദ സെയിം ആൻഡ് മസ്റ്റ് ബി ലിസ്റ്റഡ് ഇൻ ദ സെയിം ഓർഡർ ഇൻ ദ ടൈപ്പ് ഡെഫിനേഷൻ. ഇനി ഇവർ ഡിഫൈൻ ചെയ്തേക്കുന്ന ഓർഡറും എന്താണ്, സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ആദ്യമേ ഡേറ്റ ആണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, അതിനുശേഷം കൗണ്ട്. ആ സെയിം ഓർഡറിൽ തന്നെ വേണം ഇവിടെയും ഡിഫൈൻ ചെയ്യാൻ. ഓർഡർ ചേഞ്ച് ചെയ്താൽ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് സ്ട്രക്ചറൽ ഇക്വലൻറ്റ്. Okay, so using structural equivalence, the two type stack and set would be considered equivalent, which means that a translator would accept the statement x equal to r. നമുക്കറിയാവുന്ന C എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഡസ് നോട്ട് സപ്പോസ് സ്ട്രക്ചറൽ ഇക്വലൻസ് ആൻഡ് വിൽ ഗീവ് എറർ ഫോർ ദി എബോവ് അസൈൻമെൻറ്റ്. ഓക്കെ, അപ്പം സ്ട്രക്ചറൽ ഇക്വലൻസ് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജിൽ നമ്മൾ എക്സ് ഈക്വൽ ടു ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അക്സെപ്റ്റഡ്. ബട്ട് ഇൻ ദ സി ലാംഗ്വേജ് ഇഫ് ഐ ഗീവ് എക്സ് ഈക്വൽ ടു ആർ ഇറ്റ് വിൽ നെവർ be accepted and error will be produced since the C language does not support structural equivalence. Okay, so I think now we have got the idea about name equivalence and structural equivalence. അത് രണ്ടും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Name equivalent means what? If two type, example stack and set, if two type may have same, if two type അല്ല, if two values may have the same type. ഇവിടെ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് ടൈപ്പിന് സെയിം നെയിം, സ്റ്റാക്ക് എന്ന് പറഞ്ഞ സെയിം ടൈപ്പാണുള്ളത്. ടു വാല്യൂസ് എക്സ് ആൻഡ് വൈ മേ ഹാവ് ദ സെയിം ടൈപ്പ്, ദെൻ വി ക്യാൻ സേ ഇറ്റ് ഈസ് നെയിം ഇക്വലൻറ്റ്. ഇവിടെ എക്സിനും വൈയും എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസിന് ഉള്ള ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്ക്. സോ വി ക്യാൻ സേ എക്സ് ആൻഡ് വൈ name equivalent. Similarly, R and S, both of them may have the type set. Okay, so we can say X and Y are name equivalent. Similarly, R and S are name equivalent. Now, structural equivalence means what? Structural equivalent എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലെയും നെയിംസും, ഇതാണ് രണ്ട് ടൈപ്പിലെയും വരുന്ന നെയിംസും ഡേറ്റ ടൈപ്പും അതാണ് അവരുടെ ഓർഡറും ഒരേ കണക്കാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് സ്ട്രക്ചറൽ ഇക്വലൻറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, consider this language supports structural equivalence, then we can say x equal to r. x equal to r എന്ന് പറയാം. Because both of them are holding the same name, same data type and same order also. Okay, in the case of C language it does not support structural equivalence, and if you write x equal to r in C language it will produce an error. Okay, സോ നെയിം ഇക്വലൻസ് ഇൻ അഡയുടെ നെയിം ഇക്വലൻസ് ആണ് ഇതേക്കുന്നത്. ടൈപ്പ് T1 is array 1 to 10 of boolean, type T2 is array 1 to 10 of boolean, v1 T1, v2 is T2, v1 and v2 have different types by name equivalence. എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ v1 എന്ന് പറയുന്നത് നമ്മൾ T1 എന്ന് പറഞ്ഞ ടൈപ്പ് ഡിഫൈൻ ചെയ്തു, അതിൻ്റെ ഒരു വേരിയബിളാണ് v1. T2 എന്ന് പറയുന്നത് ഒരു ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ നെയിമാണ് v2. ഓക്കെ, ദെൻ v1 ആൻഡ് v2 ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ബൈ നെയിം ഇക്വലൻസ്. നെയിം ഇക്വലൻസ് വെച്ചുകൊണ്ട് അവർക്ക് എന്താണുള്ളത്, രണ്ട് പേർക്കും രണ്ട് ടൈപ്പാണുള്ളത് അല്ലേ. ഇത് v1 എന്ന് പറയുന്നത് T1 ടൈപ്പിലെയും v2 എന്ന് പറയുന്നത് T2 ടൈപ്പിലെയും. അപ്പോൾ അവർ രണ്ടും നെയിം ഇക്വലൻ്റ് അല്ലോ, അല്ല, ദേ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ബൈ നെയിം ഇക്വലൻസ്. നെയിം ഇക്വലൻസ് മെക്കാനിസം വെച്ച് നോക്കുമ്പോൾ അവർക്ക് രണ്ട് പേർക്കും രണ്ട് നെയിമാണ് ഉള്ളത്. ഇനി സ്ട്രക്ചറൽ ഇക്വലൻസ്,
ടൈപ്പ് 1 അവിടെ എ എന്ന് പറഞ്ഞൊരു വേരിയബിളുണ്ട്, ബി എന്ന് പറഞ്ഞൊരു വേരിയബിളുണ്ട്. എ ഇൻറ്റിജറാണ്, ബി റിയലാണ്. സിമിലർ ടൈപ്പ് 2 അവിടെ ബി ഉണ്ട്, എന്തുണ്ട്, ബി എന്ന് പറഞ്ഞാൽ റിയലാണ്, എ എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പാണ്. T1 ആൻഡ് T2 ആർ ഇക്വലൻറ്റ് ടൈപ്പ്, രണ്ടും ഇക്വലൻറ്റ് ടൈപ്പാണ്. ഓക്കെ, so it's a university example, university question with exam briefly explain structural and name equivalence. Name equivalence എന്താണെന്നറിയാം, two types are equivalent if and only if they have the same name. Okay, structural equivalence means two types are equal if and only if they have the same structure which can be interpreted in different ways. സോ ടൈപ്പ് ഇക്വലൻസ് നമ്മൾ പറഞ്ഞു. ടൈപ്പ് ഇക്വലൻസിനകത്ത് വരുന്ന രണ്ട് ടോപ്പിക്കാണ് ഹൗ ടു ഡിറ്റർമൈൻ ടൈപ്പ് ഇക്വലൻസ് യൂസിങ് either using name equivalence or using structural equivalence. Okay, name equivalence on that two types are equivalent if both of them have the same name, and structural equivalence means what, if both of the type may have the same structure. Okay, next is type compatibility. Type compatibility means a value's type must be compatible with that of the context in which it appear. ഒരു ടൈപ്പിൻ്റെ ഒരു വാല്യൂവിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്, ഒരു വാല്യൂവിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ആ വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റുമായിട്ട് എന്തായിരിക്കണം, കോമ്പാക്റ്റബിൾ ആയിരിക്കണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി മീൻസ് എ വാല്യൂസ് ടൈപ്പ്, നമ്മൾ യൂസ് ചെയ്യുന്നൊരു വാല്യൂ, ഇപ്പോൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞതാണ് വാല്യൂ, ആ വാല്യൂവിൻ്റെ ടൈപ്പ് എന്താണ്, ഇൻറ്റിജർ. അപ്പം എനെ ഞാൻ ഇൻറ്റിജർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി ആ എനെ ഞാൻ ഏത് കോണ്ടെക്സ്റ്റിൽ വേണം യൂസ് ചെയ്യാൻ, ഇൻറ്റിജർ വരുന്ന കോണ്ടെക്സ്റ്റുകളിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. അതിനാണ് ടൈപ്പ് കോമ്പാക്റ്റബിൾ എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി ഈസ് കാറ്റഗറൈസ്ഡ് ഇൻറ്റു 3 ടൈപ്സ് ബൈ ദി കമ്പൈലർ. കമ്പൈലർ ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഡെഫിനിഷനെ 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അസൈൻമെൻറ്റ് കോമ്പാക്റ്റബിലിറ്റി, എക്സ്പ്രഷൻ കോമ്പാക്റ്റബിലിറ്റി ആൻഡ് പാരാമീറ്റർ കോമ്പാക്റ്റബിലിറ്റി. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് assignment compatibility. In an assignment statement, the type of RHS must be compatible with that of LHS. അതാണ് ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി. ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ ടു വരുന്നതാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ RHSൻ്റെ ടൈപ്പ് എന്താണോ അത് തന്നെ ആയിരിക്കണം ആരുടെയും ടൈപ്പ്, LHSൻ്റെയും ടൈപ്പ്. ഓക്കെ, സോ ഇൻ ആൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദ ടൈപ്പ് ഓഫ് RHS must be compatible with that of the LHS. In assignment compatibility, if the type of a variable assigned to another variable is different, it results in loss of value of assigned variable if the size of the assigned variable is larger than that of the value to which it is assigned. എപ്പോഴാണ് ഇൻഫർമേഷൻ ലോസ് ഉണ്ടാകുന്നതെന്ന് നോക്കി. ഇഫ് ദ ടൈപ്പ് ഓഫ് എ വേരിയബിൾ അസൈൻഡ് ടു അനദർ വേരിയബിൾ ഇസ് ഡിഫറെൻറ്റ്, ഇറ്റ് റിസൾട്ട് ഇൻ ടു ലോസ് ഓഫ് വാല്യൂ ഓഫ് അസൈൻഡ് വേരിയബിൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഇവിടെ ഫ്ലോട്ട് n1 ഈസ് ഈക്വൽ ടു 12.5 എന്ന് ഞാൻ കൊടുത്തേക്കുന്നു. എന്ന് വെച്ചാൽ ഹിയർ എൻ്റെ വേരിയബിൾ n1 എന്ന് പറയുന്നത് ഞാൻ ഫ്ലോട്ടിംഗ് പോയിൻ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ആണ് 12.5. ഇൻ ദ വെരി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചെയ്തിരിക്കുന്നത്, ഇൻറ്റ് n2 ഈസ് ഈക്വൽ ടു n1 എന്ന് വെച്ചാൽ n2 എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഞാൻ ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഈ n1ൻ്റെ വാല്യൂ ഞാൻ എങ്ങോട്ട് കൊടുത്തു, n2 കൊടുത്തു. ആക്ച്വലി n1-ലിരിക്കുന്ന വാല്യൂ എന്താണ്, ഇറ്റ് ഈസ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ. ഇനി ആ വാല്യൂവിനെയാണ് ഞാൻ എങ്ങോട്ട് കൊടുക്കുന്നത്, n2 കൊടുക്കുന്നത്. n2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് ടൈപ്പാണ്, ഇൻറ്റിജർ ടൈപ്പാണ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് ആ 12.5 എന്ന് പറഞ്ഞ വാല്യൂ n2 വരുമോ, ഒരിക്കലും വരില്ല. കാരണം n2 എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂവിനെ ഒരിക്കലും ഇൻറ്റിജറിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 12.5-ലെ ഡെസിമൽ പോർഷൻസ് എന്ന് വെച്ചാൽ ഈ 0.5 എന്നുള്ള പോർഷൻസ് ലോസ് ആകും. n2-ൽ എന്ത് മാത്രം വരും, 12 മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇതിനെയാണെന്ന് പറയുന്നത് അസൈൻമെൻറ്റ് കോമ്പാക്റ്റബിലിറ്റി. ഇത് അസൈൻമെൻറ്റ് കോമ്പാക്റ്റബിൾ അല്ല. ഇവിടെ നമ്മൾ ഫ്ലോട്ട് n1 ഈസ് ഈക്വൽ ടു 12.5, അത് നമുക്ക് ഫ്ലോട്ട് n2 ഈസ് ഈക്വൽ ടു n1 എന്ന് കൊടുത്തെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം n1ഉം n2ഉം ഇവിടെ എന്ത് തന്നെയാണ്, രണ്ടും ഫ്ലോട്ടിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഈ n1 ഇരിക്കുന്ന 12.5 n2 കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. കാരണം ബോത്ത് ഓഫ് ദം ആർ
ഫ്ലോട്ടിംഗ് പോയിൻ്റ് ടൈപ്പ്. ബട്ട് ഇൻ ദിസ് കേസ് ഇവിടെ എന്തല്ല, ടൈപ്പ് കോമ്പാക്റ്റബിൾ അല്ല. N1 എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിൻറ്റിലും N2 എന്ന് പറഞ്ഞത് ഇൻറ്റിജറിലും കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ വാല്യൂ ഞാൻ ഏത് വേരിയബിളോട്ട് കൊടുക്കുന്നു? ഇൻറ്റിലോട്ട് കൊടുക്കുന്നു. സോ അവിടെ എന്തുണ്ടാകും? അവിടെ ആ 12.5 ഇൻറ്റിജർ പാർട്ട് മാത്രമേ എടുക്കുള്ളൂ, ഡെസിമൽ പാർട്ട് ഒരിക്കലും N2 ഹോൾഡ് ചെയ്യില്ല. 12 ആയിരിക്കും ഇവിടെ കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, so assigning of floating value to int type will result in loss of decimal value of N1. Next is expression compactability. Expression compactability means in an expression with operator plus, the type of the operands of plus must both compactable with some common type that support addition. എന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പ്രഷനിൽ പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഉണ്ട്. ഇനി ദ ടൈപ്പ് ഓഫ് ഓപ്പറാൻഡ്സ് ഓഫ് പ്ലസ് മസ്റ്റ് ബോത്ത് കോമ്പാക്റ്റബിൾ വിത്ത് സം കോമൺ ടൈപ്പ് ദാറ്റ് സപ്പോർട്ട് അഡീഷൻ. എന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും ചെയ്യുന്നത് ഒന്നുകിൽ നമ്മൾ ഇൻറ്റിജർ അഡീഷൻ ചെയ്യും, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് അഡീഷൻ ചെയ്യും. അപ്പം പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിന് ഒന്നുകിൽ നമ്മൾ അവിടുത്തെ ഓപ്പറാൻഡ്സിന് രണ്ടും എന്താണ് കോമ്പാക്റ്റബിൾ, രണ്ടും ഇൻറ്റിജർ ടൈപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടും ഫ്ലോട്ടിംഗ് പോയിൻ്റ് കൊടുക്കുക. അല്ലാതെ ഒരു ഇൻറ്റിജറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമുക്ക് ആഡ് ചെയ്യാം, ഒരിക്കലും ഒരു ഇൻറ്റിജറിൻ്റെ കൂടെ നമുക്ക് ക്യാരക്ടർ ആഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് എക്സ്പ്രഷൻ കോമ്പാക്റ്റബിലിറ്റി. ഫോർ എക്സാമ്പിൾ ഇതൊന്ന് കൺസിഡർ ചെയ്തോ. ഇൻറ്റ് n ഈക്വൽ ടു 3/2, ഇൻറ്റ് n ഈക്വൽ ടു 3/2, എന്നിട്ട് സി ഔട്ട് എന്നിനെ ഔട്ട് ചെയ്തിരിക്കുകയാണ്. n ഈക്വൽ ടു 3/2, വാട്ട് ഇസ് ഔട്ട്പുട്ട് ഓഫ് 3 ഡിവൈഡഡ് ബൈ 2? 3 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഈസ് 1.5. പക്ഷേ ഈ n എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് വാല്യൂസ് ഹോൾഡ് ചെയ്തു? ഇൻറ്റിജർ ടൈപ്പ് വാല്യൂസിനെ ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ 1.5 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കയറുമോ? ഇവിടെ എന്ത് മാത്രമേ കയറുള്ളൂ? n ഈക്വൽ ടു 1 മാത്രമേ വരുള്ളൂ. അവിടെയും എന്താണ്? ഇൻഫർമേഷൻ ലോസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഹിയർ ദ റിസൾട്ട് വിൽ ബി 1. The actual result of 3/2 is 1.5, but because of the incompatibility there will be loss of decimal values. Okay, next is parameter compactability. Parameter compactability എപ്പോഴും നമ്മൾ ഫംഗ്ഷൻ സബ്റൂട്ടീൻസ് ഒക്കെ ആയിട്ടായിരിക്കും റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, in a subroutine call or function call, the type of an argument passed into the subroutine must be compactable with the type of the formal parameter, and the type of any formal parameter passed back to the caller must be compactable with the type of the corresponding arguments. എന്ന് വെച്ചാൽ ഈ എക്സാമ്പിൾ വെച്ച് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഹിയർ വി ആർ ഗിവൺ എ ഫംഗ്ഷൻ ഷോ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്. അതിനകത്തൊരു സി ഔട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ മെയിനകത്ത് ഞാൻ ഷോ കോൾ ചെയ്തിരിക്കുന്നു. അപ്പം ഈ ഷോ എന്ന് പറയുന്നതാണ് എന്ത്? ദിസ് ഇസ് എ ഫംഗ്ഷൻ കോൾ. ആ ഫംഗ്ഷൻ കോളിനകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്ററാണ് ഇത് ഫോർമൽ പാരാമീറ്റർ. ഓക്കെ, ഈ ഫംഗ്ഷൻ കോളിനകത്ത് ഞാൻ പാസ് ചെയ്തേക്കുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ 8.2 ആണ്. അപ്പോൾ ആക്ച്വലി ഷോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മുടെ കൺട്രോൾ ഡയറക്റ്റ്ലി എങ്ങോട്ട് വരും? ഷോയിൽ വരും. ഷോ പാസ് ചെയ്തേക്കുന്ന വാല്യൂ 8.2 ആണ്. ഈ ഫോർമൽ പാരാമീറ്ററിൻ്റെ വാല്യൂ 8.2 ആണ്. പക്ഷേ ഇവിടെ വന്നപ്പം ഇവിടുത്തെ പാരാമീറ്റർ എന്താണ്? ഒരു ഇൻറ്റിജർ ടൈപ്പാണ്. അപ്പോൾ അവിടെ കോമ്പാക്റ്റബിൾ ആണോ? ഇറ്റ് ഇസ് നോട്ട് കോമ്പാക്റ്റബിൾ. ഇവിടെ ഇൻറ്റ് n എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ? ഇൻറ്റിജർ പാർട്ട് മാത്രമേ എടുക്കുള്ളൂ, 8 മാത്രം. ആ 8 ആയിരിക്കും ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്, ഒരിക്കലും 8.2 എടുക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് ടൈപ്പ് പാരാമീറ്റർ കോമ്പാക്റ്റബിൾ അല്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ആക്ച്വൽ പാരാമീറ്ററിൻ്റെ വാല്യൂ എന്താണോ അതേ സെയിം ടൈപ്പിലെ പാരാമീറ്ററിനെ തന്നെ നമ്മൾ ഫോർമലായിട്ട് പാസ് ചെയ്യണം. അതാണ് റിട്ടേൺ തിരിച്ച് വരുമ്പോഴും എന്ത് തന്നെ ആയിരിക്കണം? നമ്മുടെ ആ റിസൾട്ടിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള വാല്യൂ തന്നെ ആയിരിക്കണം റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻ എ സബ്റൂട്ടീൻ കോൾ, ഇതാണ് കോൾ, ദ ടൈപ്പ് ഓഫ് എനി ആർഗ്യുമെൻറ്റ് പാസ്ഡ്, നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റാണ് ഇവിടെ 8.5 ടു ദി സബ്റൂട്ടീനിലോട്ട് പാസ് ചെയ്യുന്നത്, മസ്റ്റ് ബി കോമ്പാക്റ്റബിൾ വിത്ത് ദ ടൈപ്പ് ഓഫ് ദി ഫോർമൽ പാരാമീറ്റർ. ഫോർമൽ പാരാമീറ്ററുമായിട്ട് എന്തായിരിക്കണം? കോമ്പാക്റ്റബിൾ ആയിരിക്കണം. അതർവൈസ് വി മേ സേ ഇറ്റ് ഈസ് പാരാമീറ്റർ incompatibility. Due to incompatibility in type of the actual parameter and formal parameter, ഇവിടെ ആക്ച്വൽ പാരാമീറ്ററും ഫോർമൽ പാരാമീറ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിടത്ത് 8.2ഉം ഒരിടത്ത്
n ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എന്ന് വെച്ചാൽ ഇവിടെ ഫ്ലോട്ടിംഗ് പോയിൻറ്റും ഇവിടെ ഇൻറ്റിജർ ടൈപ്പാണ്. സോ ദെയർ ഓക്കേഴ്സ് ലോസ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, so the here output will be n equal to 8 due to incompatibility in actual and formal parameters. Okay, next is the type inference. Type inference means it refers to the automatic dictation of the data type of an expression in a programming language. ഒരു എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ടിൻ്റെ ടൈപ്പ് നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് ഇൻഫറൻസ്, അതിനാണ് ടൈപ്പ് ഇൻഫറൻസ് എന്ന്. ടൈപ്പ് ഇൻഫറൻസ് റെഫേഴ്സ് ടു ദി ഓട്ടോമാറ്റിക് ഡിക്റ്റേഷൻ ഓഫ് ദി ഡേറ്റ ടൈപ്പ് ഓഫ് ആൻ എക്സ്പ്രഷൻ ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ടൈപ്പ് ഇൻഫറൻസ് ഇസ് ദ ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ഓഫ് ദ ഡേറ്റ ടൈപ്പ് ഓഫ് സ്പെസിഫൈഡ് യൂഷ്വലി ഡൺ അറ്റ് കമ്പൈൽ ടൈം. മെയിൻലി അത് നമ്മളെപ്പോഴാണ് ചെയ്യുന്നത്? കമ്പൈൽ ടൈമിലായിരിക്കും ചെയ്യുന്നത്. It involves analyzing a program and then inferring the different type of some or all expression in that program. So the program അപ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പൈലർ എന്ത് ചെയ്യും? ഒരു എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ടിൻ്റെ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ട് പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രത്യേകം കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ദ പ്രോഗ്രാമർ ഡു നോട്ട് നീഡ് ടു എക്സ്പ്ലിസിറ്റ്ലി ഇൻപുട്ട് ആൻഡ് ഡിഫൈൻ ഡേറ്റ ടൈപ്പ് എവറി ടൈം വേരിയബിൾസ് ആർ യൂസ്ഡ് ഇൻ ദി പ്രോഗ്രാം. ഓക്കെ, സോ ഇത്രയും വെച്ചുകൊണ്ട് ഞാൻ ഈ ലെക്ചേഴ്സ് ഇവിടെ നിർത്തുകയാണ്. ബാലൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക് യു.